ഹരിയാനയിലെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഹരിയാനയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും കണക്കുകൾ ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിന്റെ വിജയമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളും കോൺഗ്രസിന്റെ വിജയമാണ് എടുത്തുകാട്ടിയതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. मैं सोचता हूं कि ये पेट्रियटिज्म का काम है, नेशनलिज्म का काम है कि हमारा जो कॉन्स्टिट्यूशन है, प्यारा कॉन्स्टिट्यूशन है, उसकी रक्षा करना हमारी जिम्मेदारी है एज ऑपोजिशन लीडर. That is my first duty, to protect the Constitution of India, and that's what I'm doing. ഹരിയാനയിലെ ചരിത്രത്തിൽ ആദ്യമായി യഥാർത്ഥ വോട്ടിങ്ങിനേക്കാളും പോസ്റ്റൽ വോട്ടുകൾ വ്യത്യസ്തമായിരുന്നുവെന്നും ഒരു സംസ്ഥാനത്തെ മുഴുവനായി തട്ടിയെടുത്തുവെന്നും രാഹുൽ ഗാന്ധി കണക്കുകൾ സഹിതം ആരോപിച്ചു. ഒരു യുവതി 10 ബൂത്തുകളിലായി 22 തവണ വോട്ട് ചെയ്തു. ഇത് കേന്ദ്രീകൃത ഓപ്പറേഷനാണ്, ബൂത്ത് ലെവലിൽ നടന്ന പ്രവർത്തനമല്ല. ഈ യുവതി ബ്രസീലിയൻ മോഡലാണ്. 25 ലക്ഷം വോട്ട് കൊള്ളയുടെ ഒരു ഉദാഹരണമാണ് ഈ യുവതി. ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഈ യുവതി ഇടം പിടിച്ചതെങ്ങനെ? 5 ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. 19 ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകൾ. ഫോം 6ഉം 7ഉം ദുരുപയോഗം ചെയ്തു. ഇതിന്റെയെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. ഹരിയാനയിൽ 2 കോടി ജനങ്ങളാണുള്ളത്. ഇതിൽ 25 ലക്ഷം കള്ളവോട്ടുകൾ നടന്നു. 8-1 വോട്ടർമാർ വ്യാജന്മാരാണെന്നാണ് അത് തെളിയിക്കുന്നത്. 100 വോട്ടുകൾ ചെയ്തത് ഒരേ ഫോട്ടോയിലുള്ളയാൾ. 1 ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജ ഫോട്ടോ ഉപയോഗിച്ച് നടന്നു. ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു ഇങ്ങനെ. ഓപ്പറേഷൻ സർക്കാർ ചോരിയാണ് ഹരിയാനയിൽ നടന്നത്. വൻ ഗൂഢാലോചന നടന്നു. ബൂത്തുകളിലെ CCTV രേഖകൾ അവർ നശിപ്പിച്ചു. വ്യാജന്മാരെ നീക്കിയാൽ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടക്കും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ നീക്കാത്തത്. ജയിക്കാൻ വേണ്ടി വ്യാപകമായി വോട്ട് ചേർക്കുമെന്ന് കേരളത്തിലെ BJP വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഹൗസ് നമ്പർ 0 വീടില്ലാത്തവർക്കാണ് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ വീടില്ലാത്തവരല്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കള്ളം പറയുന്നതിന്റെ തെളിവാണിത് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു.